നമസ്കാരം. വേദിയിൽ എന്നോടൊപ്പമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള എൻ്റെ നാട്ടുകാരെ, എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണുന്ന പരിചിതമായ മുഖങ്ങൾ, എന്നോടൊപ്പം പഠിച്ചവർ, എന്നേക്കാൾ മുതിർന്നവർ, ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ കുഞ്ഞന്മാർ, എല്ലാവർക്കും ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം പങ്കുവയ്ക്കുന്നു. എൻ്റെ ഓർമ്മ 1968-69 കാലം തൊട്ട്, എനിക്ക് നല്ല ഓർമ്മയുള്ള കാലം തൊട്ട് കളിച്ചു തുടങ്ങുന്ന ഒരു അമ്പല മുറ്റമാണത്. ഇവിടെ ഏപ്രിൽ 7-ാം തീയതി കൊടികേറി 14-ാം തീയതി അവസാനിക്കുന്ന ഉത്സവത്തിന് വേണ്ടി ഒരു വർഷം മുഴുവൻ കാത്തിരിക്കും. അന്ന് ഈ ക്ഷേത്രത്തിൽ വരാത്ത, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കലാകാരന്മാർ മുഴുവൻ വന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ വരാത്ത തലപ്പൊക്കമുള്ള ആനകളില്ല, വരാത്ത മേളക്കാരില്ല, അതേപോലെ സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിലും എല്ലാം, കഥകളിയാണെങ്കിലും. പെരുമ്പാവൂരമ്പലം എന്ന് പറഞ്ഞാൽ അന്ന് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. അപ്പോൾ പെട്ടെന്ന് ഓർത്തു പോകേണ്ടത്, ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അന്നത്തെ കാലത്ത് ഉത്സവം അത്ര ഗംഭീരമായിട്ട് നടത്തിയിരുന്ന, അതിനു മുമ്പും ആരും ഉണ്ടായില്ല എന്ന് പറയാം, അതിനുശേഷവും നമുക്കറിയില്ല. അപ്പുമേനോൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാമേന്ദ്രൻ ചേട്ടൻ, അപ്പുമേനോൻ സാറ്, അങ്ങനെ നിരവധി ആളുകൾ പെരുമ്പാവൂരിലുള്ള ഓരോ വീടുകളും കയറി ഇറങ്ങി 2 രൂപയും 1 രൂപയും കളക്ട് ചെയ്ത് ഇവിടെ നടത്തിയിരുന്ന ഉത്സവം. അന്ന് വരാത്ത കലാകാരന്മാരില്ല. അപ്പോൾ അവരെയൊക്കെ ഈ സമയത്ത് തീർച്ചയായിട്ടും ഒരു നിമിഷം ഓർത്തു പോവുകയാണ്. അന്ന് ഈ അമ്പലമുറ്റത്ത് ഓടി നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഇവിടെ ഒരു വേദിയിൽ കയറി നിൽക്കാൻ സാധിക്കും, എൻ്റെ അയ്യപ്പൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊട്ടാൻ സാധിക്കുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് എൻ്റെ അയ്യപ്പൻ തന്നെയാണ്. എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുഖത്ത് കഴിഞ്ഞ 38 വർഷമായിട്ട് മുഖത്ത് ചായം തേക്കുന്നതിന് മുമ്പ്, മേക്കപ്പെടുന്നതിന് മുമ്പ് ഈ അയ്യപ്പൻ്റെ മുഖമാണ് എനിക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത്. അതിനുശേഷമാണ് എൻ്റെ ജോലി തുടങ്ങുന്നത്. അത് അന്നും ഇന്നും അങ്ങനെ തുടർന്നു പോകുന്നു. ഇന്ന് ഈ വേദിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള ആളുകളും, കൂടാതെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണുന്ന പെരുമ്പാവൂരിൻ്റെ തന്നെ ഗുരുനാഥ എന്ന് പറയാവുന്ന സുമതി ടീച്ചർ, സിനിമയിലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ച ആശയുടെ വീട്ടുകാരും എല്ലാവരും ഉണ്ട്. അതിനേക്കാളുപരി ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി അവർ എൻ്റെ മേളം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അംഗം എല്ലാവരും, ഞാൻ ഓരോരുത്തർ പേരെടുത്ത് പറയുന്നില്ല, സമയം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ അവരോടൊരു കാര്യം ആവശ്യപ്പെട്ടു. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ ഇത് ഇത്ര മനോഹരമാക്കി നടത്തുന്ന ബാബുവിനും, ജംബോ ബാബു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നറിയാം, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു താങ്ങായി കടലായി നിന്നുകൊണ്ട്, ഒരു ബാക്ക് ബോണായി നിന്നുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു 10ഓളം പേരുണ്ട്. അവരെ എനിക്കൊന്ന് ആദരിച്ചാൽ കൊള്ളാം എന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അവരെ ഞാൻ ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് വിളിക്കുകയാണ്. ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ MP ബാബു അവരുടെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ ജയറാം പൊന്നാട അണിയിച്ചിപ്പോൾ ആദരിച്ചിരിക്കുന്നു. സെക്രട്ടറി ശ്രീ B വിജയകുമാർ അദ്ദേഹത്തെയും പൊന്നാട അണിയിച്ച് ഇപ്പോൾ ആദരവ് അറിയിച്ചിരിക്കുകയാണ്. സുമതി ടീച്ചർക്കുള്ള ആദരവ് ഇപ്പോൾ നൽകുന്നു. പൊന്നാടയും ഉപഹാരവും നൽകി സുമതി ടീച്ചറെ ആദരിക്കും. ആശാശരത്തിന് ഉപഹാരം നൽകും. അനിൽ പുയ്യക്കാരൻ ജോയിന്റ് സെക്രട്ടറി, ഉപദേശക സമിതി അംഗമാണ്, ജോയിന്റ് സെക്രട്ടറിയാണ്. സുരേഷ് ഭാസ്കർ ഉപദേശക സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി. സുരേഷ് ഭാസ്കർ
അശോക് കുമാർ ടി കെ, ഉപദേശ സമിതി അംഗങ്ങളാണ്. ഉണ്ണി സി എസ്, ഉപദേശ സമിതി അംഗങ്ങളെ ഇപ്പോൾ ജയറാം ആദരിക്കുന്നു. എസ് പി ഹരീന്ദ്രനാഥ്, എസ് പി ഹരീന്ദ്രനാഥ്